ഇതിനകത്ത് പത്മകുമാറിന് ശേഷം പ്രസിഡൻ്റായവരുടെ റോള് തീർച്ചയായിട്ടും ഉണ്ട്, അതിനു മുമ്പുള്ളവരെ ഉണ്ട്. അതേസമയത്ത് പത്മകുമാറിൻ്റെ കാലഘട്ടത്തിലെ ദേവസ്വം മന്ത്രി ആരായിരുന്നോ അവരിലേക്കൊക്കെ അന്വേഷണം നീങ്ങണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ വിവരം ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിലേക്ക് അടച്ചിട്ട മുറിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ കോടതിയിൽ നിന്ന് ഒരു ഡയറക്ഷൻ കൃത്യമായിട്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ടാവും. അത് എത്രത്തോളം ശക്തമാണ് എന്നുള്ളത് നമുക്കറിയില്ല, എങ്കിലും അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകും. കോടതിയുടെ ഡയറക്ഷനും പിന്തുണയുണ്ട്. അതിനകത്ത് എത്ര ഉന്നതരായാലും ശരി, അതിനകത്ത് കൈയിട്ട് വാരിയവരും അതിൻ്റെ ഷെയർ കൈപ്പറ്റിയവരും തീർച്ചയായിട്ടും പ്രതിയാക്കേണ്ടി വരും എന്ന് ഹൈക്കോടതിയുടെ ഡയറക്ഷൻ മുഖേന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലാവും. അതുകൊണ്ട് രാഷ്ട്രീയപരമായി അവരുടെ മേൽ ഒരു സമ്മർദ്ദം ചെലുത്താൻ കഴിയില്ല. കാരണം അത് ഭരിക്കുന്ന ഗവൺമെൻറ്റല്ല അന്വേഷണത്തിൻ്റെ പരിധി നിശ്ചയിക്കുന്നത്, അന്വേഷണത്തിലെ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചത് അത് ഹൈക്കോടതി കൃത്യമായി തിരഞ്ഞെടുത്ത ഓഫീസേഴ്സാണ്.